നമസ്കാരം. താൻ താൻ നിരന്തരം ചെയ്യുന്ന കർമ്മങ്ങൾ തൻഫലം താൻ താൻ അനുഭവിച്ചിടുകന്നേ വരൂ എന്നൊരു ചൊല്ലുണ്ട്. അതിപ്പോൾ നമ്മുടെ പശ്ചിമ ബംഗാളിലെ മുൻ മുഖ്യമന്ത്രി മമതാ ബാനർജിയുടെ കാര്യത്തിൽ വളരെ അന്വർത്ഥമായി വന്നിരിക്കുകയാണ്. ഈ കഴിഞ്ഞ ദിവസം ഉണ്ടായൊരു സംഭവമാണ് ഇത് നിങ്ങളോട് പറയുവാൻ കാരണം. തന്നെയുമല്ല, ഈ കേരളത്തിൽ നടക്കുന്ന ചില കാര്യങ്ങൾ കൂടി അതിനോടൊന്ന് ചേർത്ത് വായിക്കേണ്ടതുണ്ട്. കേരളത്തിലേക്ക് നമുക്ക് വരാം. പക്ഷേ പശ്ചിമ ബംഗാളിൽ എന്താണ് നടന്നത് എന്നുള്ളത് ആദ്യം ഒന്ന് വിശദീകരിക്കേണ്ടതുണ്ട്. ഹാലി ഷാഹർ എന്നൊരു പ്രദേശമുണ്ട്. അവിടെ ഒരു തൃണമൂൽ കോൺഗ്രസ് ഉണ്ടായിരുന്നു, ബിർജു കീറ്റോ. ഈ ബിർജു കീറ്റോ പോലീസ് കസ്റ്റഡിയിലെടുത്തു. ഈ ബിർജു കീറ്റോ എന്ന് പറയുന്ന വ്യക്തി തൃണമൂൽ കോൺഗ്രസിൻ്റെ പ്രവർത്തകൻ, വളരെ ശാന്തനായിട്ട് ചർക്കയിൽ നൂൽ നൂറ്റ് ഖാദി നെയ്ത് സമാധാന പ്രവർത്തനങ്ങൾക്കായിട്ട് ഇറങ്ങി നടന്നിരുന്ന ഒരു വ്യക്തിയാണെന്ന് ധരിക്കരുത്. മമതാ ബാനർജിയുടെ ഭരണകാലത്ത് ആവുന്നിടത്തോളം കൊള്ളരുതായ്മകൾ സമൂഹത്തിൽ കാട്ടി അന്നൊന്നും പോലീസ് തിരിഞ്ഞു നോക്കാതെ ഇപ്പോൾ അധികാരം മാറിയപ്പോൾ പോലീസ് തൂക്കിയെടുത്ത് അകത്തിടുകയും പോലീസ് കസ്റ്റഡിയിൽ വെച്ച് വൈയായിക വരികയും മരണപ്പെടുകയും ചെയ്തു. ഈ ബിർജു കിറ്റോയുടെ കുടുംബക്കാരെ സന്ദർശിക്കുവാനായിട്ട് ഹാലി ഷാഹറിൽ എത്തിയതായിരുന്നു മമതാ ബാനർജി. ഹാലി ഷാഹറിലെത്തിയ മമതാ ബാനർജിയെ ജനക്കൂട്ടം തടയുക മാത്രമല്ല, അവരുടെ വാഹനത്തിന് നേരെ കല്ലെറിയുകയും ചെരുപ്പെറിയുകയും ചാണകമെറിയുകയും ഒക്കെ ചെയ്തു. আমাদেরকে ঠিক জায়গায় নিয়ে যাচ্ছে। তুই লোকেশনটা দেখতে পাচ্ছিস? কে মারলো এটা? তুই লোকেশনটা দেখতে পাচ্ছিস? হ্যাঁ ওইখানে পেজটা কিন্তু ওখানে হ্যাঁ ছিল। তুই লোকেশনটা দেখ। হ্যাঁ ভিডিওটা করতে। আরে তুই প্রেসটা লোকেশনটা তো দেখ, তোকেই লোকেশনটা পাঠিয়েছি। হ্যাঁ, হ্যাঁ, হ্যাঁ। ওই যে ওইখানে দাঁড়িয়ে আছে কারা দেখো, ওষুধ দিয়ে বিয়ার করে রেখে দিয়েছি বাড়ির সামনে। বলো। टेरिबल वो है, मेरे को गाड़ी में बड़ा बड़ा पत्थर मारा गया बाहर से, एंटी सोशल पुलिस का सामने में आके हमको इतना गाड़ी को अटैक किया। अगर हम गाड़ी का कांच शीशा खुला रखता तो हमारा माथा फट जाता, हम लोग सब मर जाता। ऐसा पुलिस का सामने में हुआ, हम कभी ऐसा हमला नहीं देखा। क्या कर रहा है इतना पुलिस बीजेपी को प्रोटेक्शन दे रहा है। ഗ്ലാസുകളെല്ലാം ഉയർത്തി വെച്ചിരുന്നത് കൊണ്ട് മാത്രം മമതാ ബാനർജിക്ക് ഇതൊന്നും ഏറ്റില്ല. പോലീസ് അവരെ അവിടെ നിന്ന് രക്ഷിച്ചു കൊണ്ടുപോകുന്നു. അവർ പിന്നീട് പറഞ്ഞു BJPയുടെ ഗുണ്ടകളാണ് ആക്രമിച്ചതെന്നുള്ളത്. ഇതെല്ലാം വേണമെങ്കിൽ നമുക്ക് രാഷ്ട്രീയ വിരോധം കാരണം BJP ആണ് ഇത്തരത്തിലൊരു പ്രതിഷേധവും ആക്രമണവും സംഘടിപ്പിച്ചതെന്ന് വിശ്വസിക്കാമായിരുന്നു. ഈ ബിർജു കീറ്റോയുടെ കുടുംബം മമതാ ബാനർജിയെ കാണണ്ട എന്ന് പറഞ്ഞില്ലായിരുന്നെങ്കിൽ. ബിർജു കീറ്റോയുടെ കുടുംബം പറഞ്ഞു, ഞങ്ങൾക്ക് അവരെ കാണേണ്ട കാര്യമൊന്നുമില്ല, ഞങ്ങൾക്ക് പോലീസിൽ വിശ്വാസമാണ്, പോലീസിൽ നീതി കിട്ടും, ബിർജു കീറ്റോ വയ്യാതെയായി മരണപ്പെട്ടതാണ് എന്നാണ് അവരും വിശ്വസിക്കുന്നത്, അന്വേഷണം നടക്കട്ടെ എന്നാണ് അവരും പറയുന്നത്. അല്ല എങ്കിൽ ബിർജു കീറ്റോയെ കൊണ്ട് അവരും മനമെടുത്ത് കാണും. ഇതിൽ രണ്ടിലേതെങ്കിലും ഒന്നേ ആകുവാൻ സാധ്യതയുള്ളൂ. എന്തായാലും മമതാ ബാനർജിയുടെ കാര്യം പറയുമ്പോൾ, പശ്ചിമ ബംഗാളിൽ മഹുവ മൊയ്ത്ര, അഭിഷേക് ബാനർജി തുടങ്ങിയ മമതാ ബാനർജിയുടെ ഭരണകാലത്ത് സർവ്വപ്രതാപികളായി നടന്നിരുന്ന എല്ലാവരുടെയും നേരെ ചീമുട്ടയേറുണ്ടായിരുന്നു. അപ്പോഴൊന്നും മമതാ ബാനർജി ആരും നേരിട്ട് ആക്രമിച്ചിരുന്നില്ല, അല്ലെങ്കിൽ മമതാ ബാനർജിയോടൊരു പ്രതിഷേധം പ്രകടിപ്പിച്ചിരുന്നില്ല. ഒരിക്കൽ മാത്രം ഹൈക്കോടതിയിൽ എപ്പോഴോ എത്തിയപ്പോൾ, ഈ ഭരണം നഷ്ടപ്പെട്ടതിന് ശേഷം ഒരിക്കൽ ഹൈക്കോടതിയിൽ മറ്റോ എത്തിയപ്പോൾ ചോർ 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 എന്നുള്ള ഈ കള്ളി 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 എന്നുള്ളൊരു വിളി കുറച്ച് പേർ, അതും കുറച്ച് പേരേ ഉണ്ടായിരുന്നുള്ളൂ, കള്ളി കള്ളി എന്നുള്ളൊരു വിളികൾ അവർക്ക് നേരെ ഉയർന്നിരുന്നു. അഭിഷേക് ബാനർജിക്കും മഹുവ മൊയ്ത്രയ്ക്കും ഒക്കെ നേരെ ജനക്കൂട്ടമാണ് ഈ വിളികൾ ഉയർത്തിയിരുന്നത്. തൃണമൂൽ കോൺഗ്രസിൻ്റെ നേതാക്കളുള്ള എല്ലാവരെയും, വഴിയിൽ കിടന്ന് തല്ലുകൊള്ളാത്തവരെയെല്ലാം കള്ളൻ കള്ളൻ കള്ളൻ, കള്ളി 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 എന്ന് വിളിച്ച് ജനം ഓടിക്കുകയായിരുന്നു. ഇപ്പോഴാണ് മമതാ ബാനർജിക്ക് നേരെയും ഈ ജനരോഷം പൊട്ടിപ്പുറപ്പെട്ടിരിക്കുന്നത്. മമതാ ബാനർജിയുടെ ഒരു പ്രതാപകാലം അറിയാവുന്നവർക്ക്, ആ കാലഘട്ടങ്ങളിൽ പശ്ചിമ ബംഗാളിൽ ഒരിക്കലെങ്കിലും പോയിട്ടുള്ളവർക്ക് എവിടെ നിന്നാണ് അവർ എവിടേക്ക് പതിച്ചത് എന്നുള്ളത് കൃത്യമായി ഊഹിക്കുവാൻ സാധിക്കും. ആർക്കറിയില്ലെങ്കിലും മമതാ ബാനർജിക്ക് അതറിയാം. ഈ വെള്ളസാരി, ഹവായി ചപ്പൽ ഇതൊക്കെ ഇട്ട് ഞാൻ വളരെ ലളിത ജീവിതം നയിക്കുന്ന വ്യക്തിയാണ് എന്നുള്ള പ്രതിച്ഛായ പരത്തി 400 കോടി രൂപയുടെ മൂന്ന് അക്കൗണ്ടുകൾ മാത്രം സ്വന്തം പാർട്ടിക്ക് ഉണ്ടാക്കി വെച്ച, അതിനും അപ്പുറത്തേക്ക് എത്രയോ മടങ്ങ് സ്വന്തം അനന്തരവനും പാർട്ടിയിലെ മറ്റംഗങ്ങൾക്കും അവരുടെ വിശ്വസ്തരായ ഗുണ്ടകൾക്കും ജിഹാദികൾക്കുമൊക്കെ ഉണ്ടാക്കുവാനുള്ള സംവിധാനങ്ങൾ ചെയ്തു കൊടുത്ത, ജിഹാദികളുടെ പച്ചയിൽ പശ്ചിമ ബംഗാളിനെ അടക്കി ഭരിച്ച ഒരു സ്വേച്ഛാധിപതിയുടെ ദയനീയമായ പതനമാണ് മമതാ ബാനർജിയുടെ കാര്യത്തിൽ കാണുന്നത്. ഇനി
തുടക്കത്തിൽ ഞാൻ പറഞ്ഞിരുന്നു, കേരളത്തെ സംബന്ധിച്ച് ഉള്ള ചില കാര്യങ്ങളാണ്. മമതാ ബാനർജിയുടെ കാര്യം ഒന്നുകൂടി ഒന്ന് ചിന്തിക്കുവാൻ, ഈ കർമ്മത്തിൻ്റെ കാര്യം പറയുവാനായിട്ട്, കർമ്മഫലം നമ്മളെ തേടിയെത്തുമെന്നുള്ള കാര്യം ചിന്തിക്കുവാൻ എന്നെ ഇടയാക്കിയതെന്ന് ഞാൻ പറഞ്ഞിരുന്നു. കേരളത്തിലെ കാര്യങ്ങളെന്ന് പറഞ്ഞാൽ, ഒന്നാമത് പിണറായി വിജയൻ്റെ 10 വർഷങ്ങൾ നീണ്ട സ്വേച്ഛാധിപത്യ ഭരണം ഏതാണ്ട് മമതാ ബാനർജിയുടെ പശ്ചിമ ബംഗാളിലേക്ക് കേരളത്തെ കൊണ്ടുപോകുവാനുള്ള ഒരു വഴിയിലായിരുന്നു പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ കേരളത്തിലെ ജനങ്ങൾക്കൊരാശ്വാസം എന്ന വണ്ണം UDF ഭരണം വന്നു എന്നാണ് UDFകാർ പറയുന്നത്. പക്ഷേ UDF ഭരണം പിണറായി വിജയൻ്റെ അതേ പാതയിൽ തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്, ഒരു സംശയവും വേണ്ട. 1-2 സംഭവങ്ങൾ ഞാൻ പ്രേക്ഷകരെ ഒന്ന് ഓർമ്മിപ്പിക്കാം. അപ്പോൾ മനസ്സിലാകും എങ്ങോട്ടേക്കാണ് ഇതിൻ്റെ ദിശ എന്നുള്ളത്. ഈ ഗുണ്ടാവിളയാട്ടം, പരസ്യമായ ആൾക്കാരെ തല്ലിക്കൊല്ലുന്നത്, ആലുവയിലാണെങ്കിലും എറണാകുളത്താണെങ്കിലും ഗുണ്ടകൾ പരസ്യമായി സെക്യൂരിറ്റിക്കാരെ, പല സംഭവങ്ങൾ ഒന്നിന് പുറകെ ഒന്നായി ഗുണ്ടാവിളയാട്ടം കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം നടക്കുന്നു. ഓപ്പറേഷൻ തൂഫാൻ എന്നുള്ള പേരിൽ പിടിക്കുന്ന മയക്കുമരുന്നുകളുടെ എല്ലാം, അല്ലെങ്കിൽ മയക്കുമരുന്ന് കേസുകളുടെ എല്ലാം പ്രതികളായി വരുന്നതെല്ലാം ഈ ഏതാനും ഗ്രാമുകൾ കച്ചവടം ചെയ്യുന്ന ആളുകളാണ്. അതിനപ്പുറത്തേക്കുള്ള വലിയ മീനുകളെ ഇപ്പോഴും വെളിച്ചത്ത് കൊണ്ടുവന്നിട്ടില്ല. അതിനുമപ്പുറത്തേക്ക് മുഖ്യമന്ത്രിക്കെതിരെ പരിഹാസ പോസ്റ്റിട്ടാൽ അറസ്റ്റ്, ഉടനെ അറസ്റ്റ്. മുഖ്യമന്ത്രിയുടെ ഹെലികോപ്റ്ററിൻ്റെ കളറിൻ്റെ ഏതായിരുന്നു, പച്ചയായിരുന്നോ അതോ പാകിസ്ഥാൻ പച്ചയാണോ എന്ന് ചോദിച്ചാൽ അറസ്റ്റ്, പൂക്കി എന്ന് വിളിച്ചാൽ അറസ്റ്റ്, പരിഹസിച്ചുകൊണ്ട് വീട് വളഞ്ഞ അറസ്റ്റ്. പ്രധാനമന്ത്രിയുടെ മാതാവിനെ വരെ അധിക്ഷേപിക്കുന്ന ജാൻമണിയെ അറസ്റ്റ് ചെയ്യുന്നില്ല. സമരാഭാസം കാണിച്ച, സമരക്കാരെ വിമർശിച്ച TG മോഹൻദാസിനെ അറസ്റ്റ് ചെയ്യുന്നു. അർജുൻ ആയങ്കി പോലീസിനെ വെല്ലുവിളിച്ച് ദിവസങ്ങളോളം കേരളത്തിൽ ചുറ്റി നടക്കുന്നു. ഒടുവിൽ നാണക്കേടിൻ്റെ ദിവസങ്ങളുടെ എണ്ണം കുറയ്ക്കുന്ന രീതിയിൽ ബോസ് ഡാ എന്നുള്ള ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കൊക്കെ ഇട്ട് അർജുൻ ആയങ്കിയെ സാഹസികമായി അറസ്റ്റ് ചെയ്യുന്നു. അതും ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, MV ജയരാജനും പിണറായി വിജയനും പരസ്യമായി അർജുൻ ആയങ്കിയെ തള്ളിപ്പറഞ്ഞതിന് ശേഷം മാത്രമാണ് ഈ അറസ്റ്റ് നടന്നിട്ടുള്ളത്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സംരക്ഷണം അർജുൻ ആയങ്കിക്ക് ഉണ്ട് എന്നുള്ളൊരു തോന്നൽ പോലീസുകാരിലും സാധാരണ ജനങ്ങളിലും ഉണ്ടായിരുന്നിടത്തോളം കാലം, ഇവർ തള്ളിപ്പറയുന്ന നിമിഷം വരെ അർജുൻ ആയങ്കിയെ പോലീസ് തൊട്ടിട്ടില്ല. അതൊന്ന് ഓർത്തുകൊള്ളുക, നിങ്ങളുടേതായിട്ടുള്ള കൺക്ലൂഷനുകളിൽ എത്തിക്കൊള്ളുക. ഇത്തരത്തിലാണ് കേരളത്തിലെ ഭരണം നടക്കുന്നത്, ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യപ്പെടുന്നത്, സമാധാനം കാത്തു സൂക്ഷിക്കപ്പെടുന്നത്, ക്രമസമാധാനം നിലനിർത്തുന്നത്. ഇത് പിണറായി വിജയൻ്റെ ഭരണത്തിൻ്റെ മറ്റൊരു രൂപമാണ്, കോൺഗ്രസ് രൂപമാണ്. ഇതും പോകുന്നത് മമതാ ബാനർജിയുടെ സ്വേച്ഛാധിപത്യത്തിന് കീഴിലുള്ള പശ്ചിമ ബംഗാൾ മോഡലിലേക്ക് തന്നെയാണ്, ഒരു സംശയവും വേണ്ട. VD സതീശൻ കുറച്ചുകൂടി പുഞ്ചിരിക്കുന്ന മമതാ ബാനർജിയാണ്, മുണ്ടെടുത്ത പുഞ്ചിരിക്കുന്ന മമതാ ബാനർജിയാണ് എന്ന് തന്നെ അധികം താമസിയാതെ ജനങ്ങൾ പറഞ്ഞു തുടങ്ങുമെന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. VD സതീശൻ ആകപ്പാടെ മമതാ ബാനർജിയുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ ഒരു അഡ്വാൻറ്റേജ് ഉള്ളത്, ഒരു ഗുണമുള്ളത്, ആഭ്യന്തരം അദ്ദേഹമല്ല ഭരിക്കുന്നത്. അത് അറിഞ്ഞോ അറിയാതെയോ അങ്ങനൊരു ഗുണം അദ്ദേഹത്തിന് ലഭിച്ചു ഈ അധികാരം വീതം വെച്ചപ്പോൾ. രമേശ് ചെന്നിത്തലയുടെ മേലായിരിക്കും പ്രധാന പഴികൾ പോലീസുകാരുടെ വീഴ്ചകളുടെ പേരിൽ വന്നു വീഴുന്നത്. പക്ഷേ ആത്യന്തികമായി ഒരു പരിധിവരെ രമേശ് ചെന്നിത്തലയെ കുറ്റപ്പെടുത്തുവാൻ സാധിക്കുകയുള്ളൂ. കാരണം മന്ത്രിസഭയുടെ തലവൻ, ക്യാപ്റ്റൻ ഓഫ് ദ ഷിപ്പ് എന്ന് പറയുന്നത്, ഈ കപ്പലിനൊരു ക്യാപ്റ്റൻ ഉണ്ട് സാർ എന്ന് പറയുന്ന ആ ക്യാപ്റ്റൻ ആണെങ്കിലും യഥാർത്ഥ ക്യാപ്റ്റൻ ഓഫ് ദ ഷിപ്പ് എന്നുള്ള രീതിയിൽ നാം എടുത്താലും VD സതീശൻ തന്നെയാണ് മന്ത്രിസഭയുടെ തലവൻ, ഫസ്റ്റ് എമംഗ് ദ ഈക്വൽസ്, അതിൻ്റെ ഒരു നേതാവ്. അദ്ദേഹത്തിന് ഈ വീഴ്ചകളുടെ ഉത്തരവാദിത്വത്തിൽ നിന്ന് മാറി നിൽക്കുവാൻ സാധിക്കില്ല. ഇനി ഈ ക്രമസമാധാന പ്രശ്നങ്ങൾ ഒരു ഭാഗത്ത് നിൽക്കട്ടെ, നാടിൻ്റെ സുരക്ഷ എന്നുള്ളത് ഈ ഗുണ്ടകളിൽ നിന്നുള്ള സുരക്ഷയല്ല, പ്രകൃതി ദുരന്തങ്ങളിൽ നിന്നും വരൾച്ചയിൽ നിന്നോ പേമാരിയിൽ നിന്നോ ഒക്കെ ജനങ്ങളെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്തമുള്ള സർക്കാർ വളരെ അലസമായിട്ടാണ് അതിനെ കൈകാര്യം ചെയ്യുന്നതെന്നുള്ളത് അദ്ദേഹത്തിൻ്റെ പ്രവൃത്തികൾ കണ്ടാലറിയാം. നാട് പ്രളയക്കെടുതിയിൽ മുങ്ങി നിൽക്കുമ്പോൾ പോയി ബിരിയാണി കഴിക്കുക, അത് ഹെലികോപ്റ്ററിൽ പോയി അത് അമ്മായിയപ്പനെ കാണാനാണോ ഇൻവെസ്റ്ററെ കാണാനാണോ എന്നുള്ളതിന് ഇതുവരെ വ്യക്തത വന്നിട്ടില്ല. അത് നിങ്ങളോട് പറയേണ്ട കാര്യമില്ല. ഇൻവെസ്റ്ററിൻ്റെ പേര് പറഞ്ഞാൽ അത് ഇൻവെസ്റ്ററെ നിങ്ങൾ മുടക്കും. അപ്പുറത്ത് ആ പറയുന്നതിൽ ചിലപ്പോൾ ന്യായമുണ്ടെന്ന് ജനങ്ങൾക്ക് തോന്നുവാനുള്ള കാരണം, കുറച്ചൊക്കെ ന്യായമില്ലേ എന്ന് ആർക്കെങ്കിലും തോന്നുവാനുള്ള കാരണം പ്രതിപക്ഷത്തിരിക്കുന്ന മഹാന്മാരാണ്. കാരണം അവർ ചിലപ്പോൾ മുടക്കാൻ ശ്രമിച്ചെന്ന് വരും. പക്ഷേ ഇൻവെസ്റ്ററെ കാണാനല്ല അമ്മായിയപ്പനെ കാണാനാണ് പോയതെന്നുള്ളൊരു കഥയും അവർ തന്നെ പറയുന്നുണ്ട്. അത് VD സതീശൻ നിഷേധിച്ചിട്ടുമില്ല. തന്നെയുമല്ല, നിക്ഷേപകരെ കാണുവാനാണ് പോയത് എന്ന് ആദ്യം പറഞ്ഞത് പെട്ടെന്ന് അവരെ
അടിയന്തരമായി അവർക്ക് പോകേണ്ടതുണ്ടായിരുന്നു, അതുകൊണ്ട് കൊച്ചിയിൽ പോയി പെട്ടെന്ന് കാണുവാനാണ് ഹെലികോപ്റ്റർ ഉപയോഗിച്ചത് എന്ന് പറഞ്ഞ് അദ്ദേഹം തന്നെ പിറ്റേ ദിവസം, അതിൻ്റെ അടുത്ത ദിവസം, തൊട്ടടുത്ത ദിവസം ഞാൻ കൊച്ചിയിൽ ഉണ്ടായിരുന്നത് കൊണ്ട് അവരുമായി കൂടിക്കാഴ്ച നടത്തി. കാരണം ഈ പറഞ്ഞു കഴിഞ്ഞപ്പോഴാണ് അതിലൊരു അപകടം മനസ്സിലായത്. കാരണം കേരള സംസ്ഥാനത്ത് എത്തുന്ന ഏതൊരു നിക്ഷേപകനുമാകട്ടെ, അത് ഇനി അംബാനി ആകട്ടെ, അദാനി ആകട്ടെ, ബിൽഗേറ്റ്സ് ആകട്ടെ, മാർക്ക് സക്കർബർഗ് ആകട്ടെ, ഇലോൺ മസ്ക് ആകട്ടെ, ലോകത്തെ ഏറ്റവും വലിയ സമ്പന്നനായ ഇലോൺ മസ്ക് ആകട്ടെ, കേരള മുഖ്യമന്ത്രിയുടെ സമയവും സന്ദർഭവും അനുസരിച്ചാണ് കൂടിക്കാഴ്ച നടത്തേണ്ടത്, അല്ലാതെ തിരിച്ചല്ല. അല്ലെങ്കിൽ ആദ്യവട്ട ചർച്ചകളിൽ, അല്ലെങ്കിൽ ഈ കൂടിക്കാഴ്ച തീരുമാനിക്കുന്ന ചർച്ചകളിൽ രണ്ട് കൂട്ടർക്കും സ്വീകാര്യമായൊരു സമയം നിശ്ചയിക്കപ്പെടും. അല്ലാതെ അങ്ങനെ നിശ്ചയിക്കപ്പെട്ടൊരു സമയത്തിന് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് നിക്ഷേപകരുടെ ഭാഗത്തു നിന്നുണ്ടായാൽ അവർ നേരത്തെ ആക്കുകയുള്ളൂ അത്. അല്ലെങ്കിൽ ഞങ്ങൾ അങ്ങോട്ടേക്ക് വന്ന് കണ്ടുകൊള്ളാം, കാരണം നമ്മൾ മുൻകൂട്ടി നിശ്ചയിച്ച സമയത്ത് ഞങ്ങൾക്ക് അടിയന്തരമായി എവിടെയെങ്കിലും പോകേണ്ടതുണ്ട്. ഈ ന്യായമാണ് അദ്ദേഹം പറഞ്ഞത്. അത് ചിന്തിച്ചുകൊള്ളുക. ഇത് പറഞ്ഞു കഴിഞ്ഞപ്പോഴാണ് അദ്ദേഹത്തിന് ബോധ്യം വന്നത്. കാരണം പെട്ടെന്ന് പറഞ്ഞു പോയൊരു വാക്കാണല്ലോ. അത് കഴിഞ്ഞപ്പോഴാണ് ബോധ്യം വന്നത്, അയ്യോ അത് മുഖ്യമന്ത്രിയുടെ സ്ഥാനത്തിനൊരു ക്ഷീണമാണല്ലോ ഞാൻ ഈ പറഞ്ഞ ന്യായം. അതുകൊണ്ടാണ് പിറ്റേ ദിവസം അദ്ദേഹം യാതൊരു ചളിപ്പുമില്ലാതെ, അല്ലെങ്കിൽ നമ്മുടെ ഗ്രാമ്യമായ ഭാഷയിൽ പറഞ്ഞാൽ ഉളുപ്പുമില്ലാതെ അത് തിരുത്തിയത്. അപ്പോൾ മുൻപ് പറഞ്ഞത് വാസ്തവവിരുദ്ധമായി മാറി. നിയമസഭാ ഭാഷയാണ് ഞാൻ ഉപയോഗിക്കുന്നത്. കാരണം കള്ളത്തിനെ വാസ്തവവിരുദ്ധമായ കാര്യം, സത്യവിരുദ്ധമായ കാര്യം എന്നേ പറയുവാൻ പാടുള്ളൂ നിയമസഭയിൽ. അങ്ങനെ ഒരു ഭരണം ഒരു വഴിക്ക് നടക്കുന്നു. ഇനി ദുരിതാശ്വാസ പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് എനിക്ക് ഏറ്റവും കൂടുതൽ പരാതിയുള്ളത് ദേശാഭിമാനിയുടെ മാധ്യമപ്രവർത്തകരുടെ അടുത്താണ്. കാരണം ഈ അടിസ്ഥാനപരമായിട്ട് താനി അന്തം കമ്മികളാണെന്ന് എല്ലാ മാധ്യമ സമ്മേളനത്തിലും മുഖ്യമന്ത്രിയുടെ മാധ്യമപ്രവർത്തകരെ കാണുന്ന സന്ദർഭങ്ങളിലും അവർ തെളിയിച്ചിട്ടുണ്ട്. ഈ ബിരിയാണി കേസുണ്ടല്ലോ, അദ്ദേഹം അവിടെ പോയിരുന്ന സുഹൃത്തിൻ്റെ ബിരിയാണി കഴിച്ച സന്ദർഭത്തിൽ അവിടെ ആ പത്രസമ്മേളനത്തിൽ മുദ്രാവാക്യം വിളിക്കും പോലെ ചോദ്യങ്ങൾ ചോദിച്ച് വി ഡി സതീശന് പറഞ്ഞൊഴിയുവാനുള്ളൊരു അവസരമുണ്ടാക്കി കൊടുത്തത് ദേശാഭിമാനിക്കാരനാണ്. കാരണം അവിടെ പോയില്ലേ, അവിടെ കഴിച്ചില്ലേ, ആ ഫോട്ടോ വന്നില്ലേ എന്നൊക്കെ ചോദിച്ച് അദ്ദേഹം പറഞ്ഞു, അയ്യോ ഭക്ഷണം കഴിക്കുന്നത് അത്ര വലിയ കുറ്റമാണെന്ന് എനിക്കറിയില്ലായിരുന്നു, മുൻപ് പ്രളയമുണ്ടായപ്പോൾ അന്നത്തെ മുഖ്യമന്ത്രി പട്ടിണി കിടക്കുകയായിരുന്നു, നിരാഹാരമായിരുന്നു എന്ന് എനിക്കറിയില്ല. അങ്ങനെ ഒരു പരിഹാസരൂപേണ മറുപടി പറഞ്ഞ് ഒഴിഞ്ഞു മാറുവാനുള്ള അവസരമുണ്ടാക്കി കൊടുത്തത് ദേശാഭിമാനിക്കാരനായിരുന്നു. ഒരു യഥാർത്ഥ മാധ്യമ പ്രവർത്തകനായിരുന്നെങ്കിൽ ഒരു കാര്യം ചോദിച്ചാൽ മതിയായിരുന്നു, അങ്ങയുടെ സുഹൃത്തിൻ്റെ വീട്ടിൽ പോയി ഭക്ഷണം കഴിച്ചു, ഓക്കെ, കുഴപ്പമില്ല, ഭക്ഷണം കഴിക്കുന്നു, അങ്ങ് 3 മണിയൊക്കെ ആയി അവിടെ പോയി ഭക്ഷണം കഴിച്ചു, അത് വീഡിയോയായും ചിത്രങ്ങളായും ഒക്കെ പുറത്തു വന്നു. അങ്ങയുടെ സുഹൃത്തിൻ്റെ വീട്ടിലാണ് അങ്ങ് പോയി ഭക്ഷണം കഴിക്കുവാൻ പോയത്, ഒരു വിരുന്നിന് പോയി എന്നുള്ളത്. ആ വിരുന്ന് ഒഴിവാക്കി അങ്ങ് തിരികെ കേരളത്തിൻ്റെ തലസ്ഥാനമായ തിരുവനന്തപുരത്ത് മടങ്ങിയെത്തി ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുവാനായി ഞാൻ തിരുവനന്തപുരത്തുണ്ട് എന്നൊരു സന്ദേശം ജനങ്ങൾക്ക് നൽകിയിരുന്നെങ്കിൽ ജനങ്ങൾക്ക് എത്ര ആശ്വാസം ലഭിച്ചേനെ. ഒപ്പം ദുരിതാശ്വാസ പ്രവർത്തനത്തിൽ ഏർപ്പെടുന്ന സർക്കാർ സംവിധാനങ്ങൾ ഉണർന്ന് പ്രവർത്തിക്കുവാൻ നിർബന്ധിതരായേനെ. ഇപ്പോൾ ഈ വീഴ്ചകളുടെ എല്ലാം ഉത്തരവാദിത്തം ആർക്കാണ്? ഈ ഒരു ചോദ്യം അവിടെ ഒരു മാധ്യമ പ്രവർത്തകനും ചോദിച്ചു കണ്ടില്ല. അതിനുള്ള അവസരം നൽകാതെ മുദ്രാവാക്യം വിളിക്കുന്നത് പോലെ വിഡ്ഢി ചോദ്യങ്ങൾ ചോദിച്ച ദേശാഭിമാനിക്കാരനോടാണ് ഇക്കാര്യത്തിൽ എൻ്റെ ഏറ്റവും വലിയ പരാതി. ബാക്കി നിങ്ങൾ തീരുമാനിക്കുക. നിങ്ങളും കണ്ടതാണല്ലോ ആ മാധ്യമ സമ്മേളനം. ഇനി അതിനും അപ്പുറത്തേക്ക് കടലിൽ കാണാതായ മത്സ്യത്തൊഴിലാളികൾക്ക് വേണ്ടിയിട്ടുള്ള തിരച്ചിൽ എത്ര ധാർഷ്ട്യത്തോടു കൂടിയാണ്. ഇതിനും അപ്പുറം ഒന്നും ഞങ്ങൾക്ക് ചെയ്യാനില്ല എന്ന് ഫിഷറീസ് മിനിസ്റ്റർ ആണെങ്കിലും മുഖ്യമന്ത്രിയാണെങ്കിലും പത്രക്കാരുടെ ചോദ്യങ്ങൾ സഹിക്കാൻ വയ്യാതെ, മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങൾ സഹിക്കാൻ വയ്യാതാകുമ്പോൾ പറയുന്നത്. അക്കാര്യത്തിലും ഒരു മയവും മാധ്യമപ്രവർത്തകർ അവരോട് കാട്ടരുത് എന്നുള്ളതാണ് എൻ്റെ ഒരു അപേക്ഷ, അല്ലെങ്കിൽ എൻ്റെ ഒരു കാഴ്ചപ്പാട്. കാരണം ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ട് തന്നെ ഇരിക്കണം. അങ്ങനെ ആയാലേ നഷ്ടപ്പെട്ട ഏതെങ്കിലും ഒരു വ്യക്തിയെ നമുക്ക് തിരികെ ലഭിക്കുകയുള്ളൂ. അത് മൃതശരീരമായിട്ടാണെങ്കിൽ അങ്ങനെ അവരുടെ കുടുംബത്തിന് അങ്ങനെയെങ്കിലും ഒരു ആശ്വാസം നൽകുവാൻ സാധിക്കൂ. അത് ഭരണ സംവിധാനങ്ങളുടെ ഉത്തരവാദിത്തമാണ്, ഭരണകൂടത്തിൻ്റെ ഉത്തരവാദിത്തമാണ്. ഇന്നലെ ഗൗതം കൃഷ്ണയുടെ കാര്യത്തിൽ സുരേഷ് ഗോപി ഇടപെടേണ്ടി വന്നു. തത്വമൈ ന്യൂസ് തന്നെ ആ വാർത്ത നൽകിയിട്ടുണ്ട്. ഗൗതം കൃഷ്ണയുടെ അമ്മ പറയുന്നത് ഭരണകൂടത്തിൻ്റെ പക്ഷത്ത് നിന്ന്, അല്ലെങ്കിൽ അവരുടെ ഭാഗത്ത് നിന്ന് യാതൊരു അനുകൂല മനോഭാവവും ഉണ്ടായിട്ടില്ല, അല്ലെങ്കിൽ ഒരു അലസ മനോഭാവമാണ് ഈ തിരച്ചിൽ സംബന്ധിച്ച് അവർ സ്വീകരിക്കുന്നതെന്നുള്ളതാണ്. നാവികസേനയുടെ കപ്പൽ അല്ലെങ്കിൽ സ്കൂബ ഡൈവിംഗ് ടീം ഇതൊക്കെ നീണ്ടകരയിൽ എത്തുവാനായിട്ട് സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് ഔദ്യോഗികമായിട്ടൊരു
അപേക്ഷ പോകണം അങ്ങോട്ടേക്ക്. അങ്ങനെയാണെങ്കിൽ നാവികസേന ഉണർന്ന് പ്രവർത്തിക്കും. ഒരു ദുരന്തകാലത്തും കേരളത്തെ അവർ കൈവിട്ടിട്ടില്ല. പക്ഷേ അതിന് ചില പ്രൊസീജിയേഴ്സ് ഉണ്ട്, രീതികളുണ്ട്. ചട്ടപ്പടി തന്നെ അത് നടക്കണം. അല്ല എങ്കിൽ ഒരു തരത്തിലുള്ള നിയമലംഘനമാകും. നാവികസേനയിലൊക്കെ അത് ഗുരുതരമായ കുറ്റമാണ്. ഏതെങ്കിലും ഒരു കമാൻഡൻ്റ് അതിനൊരു തീരുമാനമെടുക്കുകയാണ്, സ്വന്തം ഇഷ്ടപ്രകാരം നാവികസേനയുടെ കപ്പലിനെ വിടുവാൻ നടക്കില്ല അത്. കാരണം ഭരണകൂടത്തിനെ മറികടക്കുക എന്നുള്ളത് അക്ഷന്തവ്യമായൊരു കുറ്റമായി മാത്രമേ കാണപ്പെടുകയുള്ളൂ. ചിലപ്പോൾ കോർട്ട് മാർഷ്യൽ പോലും ചെയ്യപ്പെട്ടേക്കാം. അങ്ങനെ ഒരു നാവികസേനാ കമാൻഡൻറ്റോ അല്ലെങ്കിൽ മേധാവിയോ ചെയ്യില്ല. സർക്കാർ വേണം അതിനുണർന്ന് പ്രവർത്തിച്ച് അങ്ങോട്ടേക്ക് അപേക്ഷ നൽകി കൃത്യമായിട്ടുള്ള നടപടികൾ ഉണ്ടായിട്ടില്ലെങ്കിൽ കേന്ദ്ര സർക്കാരുമായി ബന്ധപ്പെട്ട് അതിനുള്ള തീരുമാനമുണ്ടാക്കാൻ. ഇതിപ്പോൾ കേന്ദ്രമന്ത്രി ഇടപെടേണ്ടി വന്നു, ശ്രീ സുരേഷ് ഗോപി. ആ അമ്മ അതിന് നന്ദിയും പറഞ്ഞു. പക്ഷേ അപ്പോഴേക്കും ദിവസങ്ങൾ എത്ര കടന്നുപോയിരുന്നു. അതെല്ലാം ഭരണപരാജയങ്ങൾ തന്നെയാണ്. അതിനൊപ്പമാണ് ഈ ഭരണപരാജയങ്ങളെല്ലാം ഒരു വശത്ത് നിൽക്കുമ്പോഴാണ് നേരത്തെ നമ്മളൊന്ന് മാറ്റിവെച്ച ക്രമസമാധാനം വലിയ ഗുരുതരമായ പ്രശ്നങ്ങളായി ഉയർന്നു വരുന്നത്. ഒരു ക്രിമിനൽ പോലീസിനെയും ആഭ്യന്തരമന്ത്രിയെയും പരസ്യമായി വെല്ലുവിളിക്കുന്നു. 4-5 ദിവസങ്ങൾ, അതും ആ ക്രിമിനലിനെ സംരക്ഷിക്കുന്ന പാർട്ടി പരസ്യമായി ആ ക്രിമിനലിനെ തള്ളിപ്പറയേണ്ട ഒരു ഗതികേടിലെത്തിയതിന് ശേഷം മാത്രം ആ ക്രിമിനലിനെ പാർട്ടിയുടെ താവളമെന്നോ അല്ലെങ്കിൽ കോട്ടയെന്നോ പറയാവുന്ന ഒരു പ്രദേശത്ത് നിന്ന് പിടികൂടുന്നു. ഇത്ര നാണക്കേടാണ് പോലീസിന്. എന്നിട്ട് അത് വിശദീകരിക്കുവാനായിട്ട് ഒരു ADGP തന്നെ മുന്നിലേക്ക് വരിക, അല്ലെങ്കിൽ ആഭ്യന്തരമന്ത്രി തന്നെ മുന്നിലേക്ക് വരേണ്ട ഒരു ഗതികേട് അർജുൻ ആയങ്കി എന്നുള്ളൊരു 4ാംകിട ക്രിമിനലിന് വേണ്ടിയിട്ട്. അത്തരത്തിലാണ് നാടിൻ്റെ ക്രമസമാധാനം പോകുന്നത്. പക്ഷേ മുഖ്യമന്ത്രിക്കെതിരെ പൂക്കി പോസ്റ്റ് ഇട്ടാൽ അറസ്റ്റ് ഉടനെ ഉണ്ടാവും. കാര്യക്ഷമമായി മിന്നൽ വേഗത്തിൽ ആ പോസ്റ്റ് പബ്ലിഷ് ചെയ്ത് കഴിയുന്നതിന് മുമ്പ്, പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞ് മൗസിൽ നിന്ന് കൈ എടുക്കുന്നതിന് മുമ്പ് അല്ലെങ്കിൽ മൊബൈലിൽ നിന്ന് വിരലെടുക്കുന്നതിന് മുമ്പ് പോലീസ് വീട്ടിലെത്തിയിരിക്കും, വീട് വളഞ്ഞിരിക്കും. കേരള പോലീസ് അതാണ് ഭരണക്രമം അല്ലെങ്കിൽ ഒരു ഭരണ സംവിധാനത്തിൻ്റെ പ്രവർത്തനം നമ്മുടെ നാട്ടിൽ. ഒരു സംശയവും വേണ്ട. ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ മമതാ ബാനർജിയുടെ പശ്ചിമ ബംഗാളിലെ മോഡലിലേക്ക് തന്നെയാണ്, ആ ഒരു മാതൃകയിലേക്ക് തന്നെയാണ് കേരളം പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ ഒരു ചിന്തയാണ് താൻ നിരന്തരം ചെയ്യുന്ന കർമ്മങ്ങൾ തൻ ഫലം താൻ അനുഭവിച്ചിടുകെന്നേ വരൂ എന്ന തത്വം എന്നെ ഓർമ്മിപ്പിച്ചത്. മമതാ ബാനർജിയും VD സതീശനും പിണറായി വിജയനും ഇവരാരും തമ്മിൽ വ്യത്യസ്തരല്ല. അവരുടെ പ്രവർത്തന ശൈലിയിലുള്ള അല്ലെങ്കിൽ ആ പ്രവർത്തന ശൈലി പൊതുജനങ്ങളുടെ മുൻപിൽ അവതരിപ്പിക്കപ്പെടുന്ന രീതികൾക്ക് മാത്രമേ ഉള്ളൂ വ്യത്യാസം. അതിൻ്റെ ആന്തരികാർത്ഥങ്ങളും ഉദ്ദേശങ്ങളും എല്ലാം ഒന്ന് തന്നെയാണ്. അധികാരത്തോടുള്ള ഭ്രമം, ആ അധികാരം കൊണ്ടുള്ള ധാർഷ്ട്യം. അതിന് കർമ്മഫലം മമതാ ബാനർജിക്ക് ലഭിച്ചു കഴിഞ്ഞു, പിണറായി വിജയന് ലഭിച്ചുകൊണ്ടിരിക്കുന്നു, മമതാ ബാനർജിക്കും ലഭിച്ചുകൊണ്ടിരിക്കുകയാണ്. VD സതീശനായിട്ടുള്ള കർമ്മഫലം കാത്തിരിക്കുന്നു എന്ന് മാത്രമേ ഈ വിഷയത്തിൽ അവസാനമായി പറയാനുള്ളൂ. ഈ വിഷയത്തെ സംബന്ധിച്ച് പ്രേക്ഷകരുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും കമൻറ്റുകളിലൂടെ ഞങ്ങളുമായി പങ്കുവയ്ക്കുക. ഒപ്പം വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, പരമാവധി ആളുകളിലേക്ക് വീഡിയോ എത്തുവാനായി ഷെയർ ചെയ്യുക. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, തത്വമയി ന്യൂസിൻ്റെ യൂട്യൂബ് ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഈ വിഷയത്തിലും മറ്റു വിഷയങ്ങളിലും സംവാദങ്ങൾ തുടരട്ടെ. വീണ്ടും കാണാം. നന്ദി, നമസ്കാരം. HIV അണുബാധ സന്തോഷപൂർണ്ണമായ ഒരു ജീവിതത്തിന് തടസ്സമല്ല. HIV അണുബാധയ്ക്ക് ഫലപ്രദമായ ചികിത്സ ഇന്ന് ലഭ്യമാണ്. ഇതിന് യഥാസമയം അണുബാധ കണ്ടെത്തുന്നതും കാലേക്കൂട്ടി ചികിത്സ നടത്തേണ്ടതും അത്യാവശ്യമാണ്. സൗജന്യമായ ചികിത്സയും മാർഗനിർദ്ദേശങ്ങളും സർക്കാർ ആശുപത്രികളിലെ ART അഥവാ ഉഷസ് കേന്ദ്രങ്ങളിൽ ലഭ്യമാണ്. ആരോഗ്യ സംരക്ഷണം ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്.